ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ചിക്കൻ ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കണ്ട, എന്നാൽ പേസ്റ്റും അല്ല ക്രഷും അല്ലാത്തൊരു പരുവത്തിലെടുത്ത് ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി പൗഡറും നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീര്. ഇത് ഇത്രയും ചേർത്തിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനാണ്, ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാ മസാലകളും കൂടെ ഇട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് പെരട്ടി നമുക്ക് വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ അത്രയും നല്ലത്. എന്നാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എന്നൊരു 5 മിനിറ്റ് നമുക്കിത് വെച്ചാൽ മതി. അപ്പം മസാലകളെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ, ഞാനിവിടെ ഒരു കോഴി ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടായി. ഒരുപാട് കൂട്ടിയും ഒരുപാട് കുറച്ചും വെക്കാതിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ നമുക്ക് അതിലേക്കിട്ട്, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയിലായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മുടെ ചിക്കനെല്ലാം ആദ്യം തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർക്കുന്നത്. നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ മസാലകളൊക്കെ എടുക്കുമല്ലോ, ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെ കുറച്ച് മസാലകൾ, ഏലക്ക, പട്ട, അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കണം. പെരുംജീരകവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുവിധപ്പെട്ട മസാലകളെല്ലാം ഇട്ട് നമുക്കത് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം. മസാല ചൂടായതിന് ശേഷമാണ് ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മസാലയാണ് ആദ്യം നമുക്ക് ചൂടാക്കേണ്ടത്. അതിനുശേഷം എണ്ണയിൽ കിടത്തി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊരു 2-3 എണ്ണം ഒന്ന് രണ്ടായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്താണ് വറുത്തിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ലാവിഷായിട്ട് ഞാൻ കറിവേപ്പില ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. പകുതി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് സബോള വഴണ്ടിയിട്ടുണ്ട്. സബോള നല്ല രീതിയിൽ വഴറ്റണം, എന്നാൽ മാത്രമേ ഒരു മധുരത്തിൻ്റെ ചുവയൊന്നും ഇല്ലാതിരിക്കത്തുള്ളൂ. നമുക്ക് നല്ല രീതിയിൽ വഴണ്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അങ്ങനെയുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ എന്തായാലും എല്ലാ മസാലകളും പിടിച്ചാണ്. ഇന്നിപ്പോൾ ഗ്രേവിക്കുള്ള മസാലകളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സെയിം ആ ചിക്കനിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന മസാല പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. അതുപോലെ തന്നെ മുളക് പൊടി എല്ലാം ചേർത്ത് നമ്മുടെ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ നിന്ന് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടും. അതും കൂടെ ചേർത്ത് ചൂടുവെള്ളം, തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ അരപ്പൊന്ന് നല്ല രീതിയിലൊന്ന് വേവിക്കാൻ വെക്കാം. അതൊന്ന് വെന്തതിന് ശേഷം
നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, 1ാം പാലല്ല. ഗ്രേവിക്ക് 2ാം പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് പേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് ഗ്രേവി ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരി, പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കിടിലൻ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തന്നെ ഈ നല്ലൊരു സ്മെല്ലാണ് മസാലയുടെയൊക്കെ. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് വേറൊരു ടേസ്റ്റായി മാറുന്നുണ്ട്, ഞാനത് ചേർത്തിട്ടില്ല. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റോസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.